എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും ചൈതന്യ ചൈതക്കാട്ടിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ കൂട്ടുകാരെ, നിങ്ങളുടെ ആരുടെയെങ്കിലും പേര് എൻ്റെ വീഡിയോസിലൂടെ പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും ഞാൻ പറയാട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എടാ ലാല, വണ്ടി വിളിക്ക്. ഇവരുടെ അച്ഛനും ഇവിടെ തിരക്കി വരുന്നതിന് മുമ്പ് നമുക്ക് ഇവരെ കൊണ്ട് സ്ഥലം വിടാം. ഇവരല്ലേ പറഞ്ഞത് ഇവരുടെ അച്ഛനും ഇവരിവിടെ ഇട്ടച്ചും പോയെന്ന്. പിന്നെ എങ്ങനെ തിരക്കി വരാനാ സാറേ? ഓ എടാ മണ്ടാ, ഓ മരമണ്ടൻ. ഇവനെയൊക്കെ കൂടെ വെച്ച് പറപ്പിക്കുന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. എടാ, അവരപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് എങ്ങനെ മാറിയതായിരിക്കും എന്തെങ്കിലുമൊക്കെ മേടിക്കാനായിട്ട്. അപ്പൊ ഈ പിള്ളേർ അവരെ കാണുന്നില്ലെന്ന് പറഞ്ഞ് വന്നതായിരിക്കും. അല്ലാതെ ഏതെങ്കിലും അച്ഛനും അമ്മയും മക്കളെ ഉപേക്ഷിച്ച് പോകുവാടാ മണ്ട. ആ അത് ശരിയാ സാറേ, ഞാനത് ആലോചിച്ചില്ല. ഓ എന്നാ പാചക കസർത്ത് നടത്താൻ നീ വിളിക്കടാ. ആ ശരി സാറേ. എന്താ ചേച്ചിയുടെ അടുത്ത പ്ലാൻ? കാത്തു, നീ എന്റെ കൂടെ എന്തിനും കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുന്നല്ലേ പറഞ്ഞേ? നിനക്കെന്നെ വിശ്വാസമില്ലാത്തോണ്ടാണോ ഇടക്കിടക്ക് നീ ചോദിക്കുന്നേ എന്താ അടുത്ത പ്ലാൻ, എന്താ അടുത്ത പ്ലാൻ എന്നൊക്കെ? അതൊക്കെ ഞാൻ ഓരോ സമയമാകുമ്പോ അതിന്റെ വഴിയെ ഞാൻ പറയാം. എല്ലാം കൂടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ത്രില്ല് അങ്ങ് പോയില്ലേ കാത്തു? നിനക്കെന്നെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നീ എന്റെ കൂടെ നിന്നാ മതി. അല്ലെന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ തന്നെ വീട്ടിലോട്ട് തിരിച്ചു വെക്കോ? ആര് പറഞ്ഞു എനിക്ക് കള്ളിച്ചേച്ചിന് വിശ്വാസമില്ലെന്ന്? എനിക്ക് ഈ ലോകത്ത് വിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് രണ്ടാൾക്കാരാ. ഒന്ന് എന്റെ കള്ളിച്ചേച്ചിയും പിന്നെ എന്റെ കിച്ചേട്ടനെയും. കണ്ണേട്ടന് അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ചില സമയത്ത് കണ്ണേട്ടന് എന്നെ ഒറ്റിക്കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് കണ്ണേട്ടന്റെ കാര്യം പറയാന്. എന്നാലേ ഓരോ കാര്യം അതിൻ്റെതായ സമയം വരുമ്പോ ഞാൻ പറയാട്ടോ. എന്ത് ചെയ്തിട്ടാണെങ്കിലും കല്ലുവിന്റെയും കാത്തുവിന്റെയും ജീവൻ അപകടം വരാതെ നോക്കണം. ഇവിടെ എന്തൊക്കെയോ പ്രശ്നം മണക്കുന്നുണ്ടല്ലോ. ഞാൻ ഇടപെടേണ്ടി വരുമോ? ഓ എനിക്കെന്ത് കാര്യം? ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ പോയി തലവെച്ച് വെറുതെ ഗുലിമാലാവുന്നു. അവരെന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ. ഓ ഈ മണ്ടം പോയിട്ട് എത്ര നേരമായി. ഇതുവരെയായിട്ട് അവന് വണ്ടി പിടിച്ചുകൊണ്ട് തിരിച്ചു വരാനുള്ള സമയമായില്ലേ? ഈ പിള്ളേരിനി വേറെ വല്ലയിടത്തോട്ടും പോകുമോ എന്തോ. ഓ മക്കളെ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? അങ്കിള് നിങ്ങൾക്ക് ചായ വാങ്ങിച്ചു തരട്ടെ? ഓ വേണ്ട അങ്കിളെ, ഞങ്ങൾക്ക് വിശക്കുന്നില്ല. അവള് വെറുതെ അങ്കിളിനെ കളിപ്പിക്കാൻ പറഞ്ഞതാ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ളാക്കി വെച്ചിരിക്കുക. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാ മതി. ആ എന്നാ ശരി, നിങ്ങൾ ഇവിടെ നിൽക്കുക കേട്ടോ. എന്റെ കൂടെ ഉണ്ടായ അങ്കിളെ വണ്ടി വിളിക്കാൻ പോയിട്ട് ഇതുവരെയായിട്ടും വന്നില്ല. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. എങ്ങോട്ടും പോകരുത് കേട്ടോ, ഇവിടെ തന്നെ നിൽക്കണം. എങ്കിലേ നിങ്ങളുടെ അച്ഛനെയും അമ്മേനെയും കണ്ടുപിടിച്ച് എനിക്ക് നിങ്ങളെ അവരുടെ അടുത്ത് എത്തിക്കാനാവൂ. ഞങ്ങളെങ്ങോട്ടും പോയില്ല. അങ്കിള് ധൈര്യമായിട്ട് പോയിട്ട് വാ. അതെ, ധൈര്യമായിട്ട് പോയിട്ട് വാ. എന്നാ ശരി. ചേച്ചി ചായ എന്നിട്ട് പഴംപൊരി കുടിക്കാറുന്നല്ല. പിന്നെ ചേച്ചി എന്താ വേണ്ടെന്ന് പറഞ്ഞേ? ഇതാണ് കാത്തു പറയണത്, തലയ്ക്കകത്ത് വല്ല ആൾതാമസവും വേണമെന്ന്. അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് വെച്ച് അയാൾ അതിനകത്ത് വല്ല മയക്കുമരുന്ന് വിട്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാൻ വല്ലതും നടക്കുമോ? ഓ ഇതുപോലും ആലോചിക്കാനുള്ള സാമാന്യ മര്യാദയും ബോധവും നിനക്കില്ലേ കാത്തു? അത് ശരിയാണല്ലോ, അത് ഞാൻ ആലോചിച്ചില്ല ചേച്ചി. ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടുന്ന നീയാണോ അനർമികയെ സഹായിക്കാന്ന് പറഞ്ഞ് അവളുടെ കൂടെ കൂടാൻ നിന്നത്? ഓ കഷ്ടം തന്നെ. ഓ അത് പിന്നെ എന്തേലും വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാനതൊക്കെ പറഞ്ഞു പോയതല്ലേ. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് ചേച്ചി. വിശന്നിട്ടാണെങ്കിൽ എന്റെ കൊടൽ ഇവിടെ രാമായണം വായിക്കുക. അതെന്ത് സാധനം? കൊടല് രാമായണം വായിക്കുന്നേ? ഓ അതൊക്കെ എന്റെ പുതിയ കണ്ടുപിടുത്തം ചേച്ചി. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഓ തമാശ പറയാനുണ്ടൊരു സമയം. ഞാൻ വിചാരിച്ച ശരിയാ, ഇവിടെ എന്തോ പന്തികേട് മണക്കുന്നുണ്ട്. അയാളാ ഈ പിള്ളേരുടെ ആരുമല്ലെന്ന് തോന്നുന്നു.
ഇനി ഈ പിള്ളേർ എന്തും വിശ്വസിച്ചാ അയാളുടെ കൂടെ പോകാൻ പോകുന്നേ? എന്തായാലും ഇത് അവരുടെ പ്രശ്നമല്ലേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും നോക്കാം. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ സഹായിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ഈ പ്രശ്നത്തിന് ഇടയ്ക്ക് കയറി വലിയൊരു പ്രശ്നമാക്കേണ്ട ആവശ്യമില്ലല്ലോ. മക്കളെ മക്കളെ ആ അങ്കിള് വന്നോ? അങ്കിളിന്റെ കൂടെയുള്ള മറ്റേ അങ്കിൾ എന്തേ? ആ അങ്കിൾ അവിടെ നിൽപ്പുണ്ട് മക്കളെ. അങ്കിള് നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നതാ. എന്താ അങ്കിളെ, എന്താ കാര്യം? നിങ്ങളെല്ലാം അറിയണം. നിങ്ങളോടിത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും ഇതൊക്കെ. മടുത്തു മക്കളെ ഈ ജീവിതം. ഓരോരുത്തരെയും ദ്രോഹിച്ച് ഉള്ള ജീവിതം എല്ലാം ഞാൻ മടുത്തു. അങ്കിൾ ഇത് എന്തൊക്കെയാ പറയുന്നേ? ഒന്ന് തെളിച്ചു പറ, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്കിളെ. നിങ്ങൾ സഹായം ചോദിച്ച ആള് തെറ്റിപ്പോയി മക്കളെ. നിങ്ങൾ സഹായം ചോദിച്ചത് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ക്രിമിനലിനോടാ. അയാൾ എന്തൊക്കെ ദ്രോഹമാണ് ഓരോ കുട്ടികളോടും ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കൊണ്ടാ എൻ്റെ അവസ്ഥയും എൻ്റെ ഗതികേടും കൊണ്ടാണ് ഞാൻ അയാളുടെ കൂടെ നിൽക്കുന്നത്. എനിക്ക് അയാളുടെ കൂടെ നിൽക്കാനോ അയാളുടെ ഈ നീച പ്രവർത്തികൾക്ക് കൂട്ടു നിൽക്കാനോ ഒന്നും താല്പര്യമില്ല. പക്ഷെ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുക. ഞാൻ അയാൾ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ അയാൾ എൻ്റെ ഭാര്യയെയും മക്കളെയും എല്ലാം ഉപദ്രവിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാം സഹിച്ച് അയാളുടെ കൂടെ നിൽക്കുന്നത്. എൻ്റെ മക്കളുടെ പ്രായമുള്ളൂ നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങളോട് പറയുന്ന, നിങ്ങൾ പോയി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ അയാൾ നിങ്ങളെ വെറുതെ വിടില്ല. ഓ, നിങ്ങൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ?